ഹലോ എല്ലാവർക്കും പ്രൈമറി സ്റ്റുഡൻസിന്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആനന്ദ്. ഇന്ന് നമ്മൾ ബ്ലെൻഡർ മേഡ് ഈസി എന്ന് പറയുന്ന നമ്മുടെ സീരീസിന്റെ 9th പാർട്ടിലോട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡ് വരെ നമ്മുടെ കപ്പും സോസറും ബിൽഡ് ചെയ്തിട്ടുണ്ട്. ഇനി അതിന്റെ ഒരു ഹാൻഡിലാണ് ഉള്ളത്. അത് നമുക്ക് ഈ ഒരു പാർട്ടിൽ മോഡൽ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു കപ്പിന്റെ ഈ ഒരു സൈഡിൽ നോക്കിയാൽ നമുക്കൊരു ഹാൻഡിലുണ്ട്. അത് ഹാൻഡിൽ നമുക്ക് മോഡൽ ചെയ്യാൻ വളരെ സിമ്പിൾ ആണ്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഞാൻ വേറൊരു പുതിയൊരു ടൈപ്പ് പ്രിമിറ്റീവ്സിനെ പറ്റിയാണ് പറഞ്ഞുതരാൻ പോകുന്നത്. അതിന് മുന്നേ നമുക്ക് 3D കർസർ ഇവിടെ പ്ലേസ് ചെയ്യാം. ഈ ഒരു വെക്ടർ സെലക്ട് ചെയ്തതിന് ശേഷം ഷിഫ്റ്റ് കർസർ ടു സെലക്ടഡ്. ഈ 3D കർസർ എന്താണെന്ന് ഞാൻ മുമ്പത്തെ എപ്പിസോഡ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ y ആക്സിസിൽ ലോക്ക് ചെയ്തതിന് ശേഷം ഷിഫ്റ്റ് A പ്രസ് ചെയ്ത് കർവ്സിലോട്ട് പോവാം. എന്നിട്ട് നമുക്ക് ബെസിയ കർവ്സ് നമുക്ക് സെലക്ട് ചെയ്യാം. ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം കുറെ അധികം കർവ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ബെസിയ കർവ് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തതിന് ശേഷം RX90 കൊടുക്കുക. എന്നിട്ട് ടാബിലോട്ട് പോവാം. അപ്പോൾ നമ്മുടെ കർവ്സിന്റെ കാര്യം വരുമ്പോൾ ഇതിന് വെർട്ടിസസോ എഡ്ജസോ ഒന്നുമില്ല. ഇതിന് കർവ് പോയിന്റ്സും സെഗ്മെന്റ്സും ആണ് ഉള്ളത്. ഇതിന് ഈ ഒരു പോയിന്റാണ് കർവ് പോയിന്റ് എന്ന് പറയുന്നത്. ഈ രണ്ട് പോയിന്റുകളും ഇടയിലുള്ള ഈ ഒരു പാത്തിനെയാണ് സെഗ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു കർവ് പോയിന്റ് സെലക്ട് ചെയ്യുക. എന്നിട്ട് കൺട്രോൾ പ്രസ് ചെയ്ത് ഈ ഒരു രണ്ട് സൈഡിലുള്ള പോയിന്റും അങ്ങ് ഡീസെലക്ട് ചെയ്യാം. എന്നിട്ട് ഷിഫ്റ്റ് S കൊടുത്ത് സെലക്ഷൻ ടു കർസർ കൊടുക്കുക. എന്നിട്ട് ഈ രണ്ട് പോയിന്റ് സെലക്ട് ചെയ്തതിന് ശേഷം സ്കെയിൽ ചെയ്യുക. അടുപ്പിൽ സ്കെയിൽ ചെയ്യുക. എന്നിട്ട് കുറച്ചുകൂടെ ഒന്ന് സ്കെയിൽ ചെയ്യുക. ഓക്കെ, ഇനി ആ ഒരു y ആക്സിസ് മോഡിലോട്ട് പോയതിനു ശേഷം ഈ ഒരു പോയിന്റ് സെലക്ട് ചെയ്യുക, മൂവ് ചെയ്യുക. ഒരു പോയിന്റിലോട്ട് റൊട്ടേറ്റ് ചെയ്ത് വെക്കിയതിന് ശേഷം ഇനി ഈ Z RX RY ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക. ഓക്കെ, ആ ഒരു ഷേപ്പിലോട്ട് നമുക്ക് ഈ ഒരു കർവ് പ്ലേസ് ചെയ്യാം. എന്നിട്ട് ഇപ്പൊ നമുക്ക് ചെറുതായിട്ടും തോന്നുന്നുണ്ടെങ്കിൽ ഇന്ന് സ്കെയിൽ ചെയ്യുക. ഇനി ഒന്ന് മൂവ് ചെയ്ത് മുകളിലോട്ട് വയ്ക്കുക. ഇനി ഈ ഒരു കർവിന് തിക്നെസ് വേണം. ഇപ്പൊ ഇതേപോലെ നമ്മൾ റെൻഡർ ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ഇത് റെൻഡർ ആവത്തില്ല. അതിന് വേണ്ടിയിട്ട് ഈ ഒരു കർവിന് തിക്നെസ് കൊടുക്കണം. ഈ ഒരു കർവ് പ്രോപ്പർട്ടീസിൽ പോവുക. എന്നിട്ട് ജിയോമെട്രിയുടെ താഴെ ബെവല് ഡെപ്ത് അതൊന്ന് കൂട്ടി കൊടുക്കുക. നമുക്കിപ്പോൾ കാണാൻ പറ്റും ഇതിന് ഇത്തിരി ഒരു ഡെപ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ ഈ ഒരു പോയിന്റ്സ് അഡ്ജസ്റ്റ് ചെയ്യുക. അകത്തോട്ട് കയറുന്നില്ല എന്നുകൂടെ ഉറപ്പ്. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് വേറൊരു കാര്യം കൂടെ ചെയ്യാം.
ഇവിടെ വന്നിട്ട് ഈ സെഡ് നമുക്ക് ഇങ്ങനെ ഒരു മോഡലില് ഇവിടെ പ്ലേസ് ചെയ്യാം. കാരണം കുറച്ചുകൂടെ നല്ല രസമായിട്ട് തോന്നുന്നു എനിക്ക് തോന്നുന്നു. ഇങ്ങനെ വയ്ക്കാം. ഓക്കെ, ഇനി SY ആക്സിലോട്ട് ഒന്ന് സ്കെയിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഹാൻഡിൽ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഈ ഒരു കപ്പിൻ്റെ അകത്തോട്ട് പോകുമ്പോൾ നമുക്ക് ചെറിയൊരു പ്രോബ്ലം ഇവിടെ കാണാൻ പറ്റും. ഇപ്പോൾ ഈ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് ഐസൊലേറ്റ് ചെയ്ത് ആ ഒരു ഒബ്ജക്റ്റ് മാത്രമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്പർ പാഡിൻ്റെ ഇവിടെ സ്റ്റാറിൻ്റെ തൊട്ടടുത്തുള്ള സ്ലാഷ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ആ ഒരു ഒബ്ജക്റ്റ് മാത്രം കാണാൻ പറ്റും. ഈ ഒരു പ്രോബ്ലം മെയിൻലി വരുന്നത് രണ്ട് വെർട്ടീസസ് തമ്മിൽ ഓവർലാപ്പ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ ആ ഒരു പ്രോബ്ലം അതാണ് പ്രോബ്ലം എന്ന് അറിയാൻ വേണ്ടിയിട്ട് പ്രസ് ചെയ്ത് എല്ലാം സെലക്ട് ചെയ്യുക, മെർജ് ബൈ ഡിസ്റ്റൻസ് കൊടുക്കുക. അപ്പോൾ അതല്ല പ്രശ്നം നമുക്ക് തോന്നുന്നു. നമുക്കിപ്പോൾ ഇവിടെ സോൾഡിഫൈ ഇപ്പോൾ സോൾഡിഫൈ ചെയ്യേണ്ടതാണ് പ്രശ്നം. ഓക്കെ, നേരത്തെ പറഞ്ഞ ആ ഒരു വെർട്ടീസസ് ഓവർലാപ്പ് ചെയ്തതിൻ്റെ പ്രശ്നമായിരുന്നു. അത് നമ്മളൊന്ന് മൂവ് ചെയ്തപ്പോൾ ആ ഒരു പ്രോബ്ലം സോൾവ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി കുറച്ച് തിക്നെസ് കൊടുക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത പാർട്ടില് ഒരു സ്പൂൺ എങ്ങനെയാണ് മോഡൽ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി തൊട്ടടുത്തുണ്ട് ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക. എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഫോളോ ചെയ്യുക. താങ്ക് യു.